ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മദീനയിൽ വന്നു. മദീനയിൽ വന്നതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ദിവസങ്ങളോളം മദീനയിൽ ഒരു സ്ഥലത്തും മൂത്രം ഒഴിക്കാതെ ഇരുന്നു. കാരണം ഞാൻ ഇവിടെ മൂത്രം ഒഴിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള സ്ഥലമല്ലേ മദീന, അതൊരു അദബുകേടായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് 9 ദിവസത്തോളം മൂത്രം ഒഴിക്കാതെ അവിടെ പിടിച്ചു വെച്ചു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അതൊക്കെ റസൂലുള്ളാഹിനോടുള്ള മഹബ്ബത്താണ്. അത് എങ്ങനെ കഴിയായെന്ന് നമുക്ക് ആലോചിച്ചുകൂടാ. നമ്മൾ ആലോചിക്കുമ്പോൾ അതിനൊരു അർത്ഥം കിട്ടൂല, എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങൾക്ക് അതിനെ കഴിയും. അതുകൊണ്ടാണ് അവർ സ്വാലിഹീങ്ങളായത് എന്ന് ഞാൻ ഓർമ്മാക്കുകയാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരെയും നല്ലവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ്. അതിന്റെ അർത്ഥം സാധാരണ എല്ലാവർക്കും അറിയുന്ന അർത്ഥമാണ്. ഒരാൾക്ക് അഭിമാനം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, ദുരഭിമാനം കൊടുക്കുന്നവനും അല്ലാഹുവാണ്. അല്ലാഹു അഭിമാനം കൊടുത്തവനെ നമ്മൾ നിസാരപ്പെടുത്താൻ സാധിക്കൂല. അല്ലാഹു തആല ബടക്കാക്കാൻ തീരുമാനിച്ചവനെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കില്ല. അല്ലാഹു ദില്ലത്ത് കൊടുത്തവനെ ഒരിക്കലും ഇസ്സത്തിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു തആല ഇസ്സത്ത് കൊടുത്തവനെ ഒരിക്കലും നിസാരപ്പെടുത്താനും നമുക്ക് സാധ്യമല്ല. നമ്മൾ സുബ്ഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവനാണ്. ഖുനൂത്തിൽ നമ്മൾ അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത വഅഫിനാ ഫീമൻ നഅഫൈത വതവല്ലനാ ഫീമൻ തവല്ലൈത വബാരിക് ലനാ ഫീമാ അഅതൈത വഖിനാ ശർറ മാ ഖളൈത ഫഇന്നക തഖ്ളി വലാ യുഖ്ളാ അലൈക വഇന്നഹു ലാ യദില്ലു മൻ വാലൈത വലാ യഇസ്സു മൻ നാദൈത. അല്ലാഹു ഒരാളെ ഏറ്റെടുത്താൽ ഒരാളെ കൊണ്ടും അയാളെ നിസാരപ്പെടുത്താൻ സാധ്യമല്ല. അല്ലാഹു തആല ഒരാളെ തള്ളിക്കഴിഞ്ഞാൽ ഒരാൾക്കും അയാളെ ഏറ്റെടുക്കാനും സാധ്യമല്ല. കണ്ടില്ലേ നിങ്ങൾ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാളെ പ്രസവിച്ച സമയത്ത് ഒരാളെ പ്രസവിക്കപ്പെട്ടു. അയാൾക്ക് ഒറ്റ കണ്ണേ ഉള്ളൂ. ഒരു എല്ലാവരും പറഞ്ഞ അയാൾ ദജ്ജാലാണ്, എല്ലാവരും പറഞ്ഞ അയാൾ ദജ്ജാലാണ്. അങ്ങനെ അയാൾ വളർന്നു ബേജാറാണ് ദജ്ജാലാന്ന് പറഞ്ഞ സമയത്ത് സുബ്ഹാനല്ലാഹ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഒരുപാട് എടുത്തിട്ട് പറഞ്ഞു, ഞാൻ ശരിയാക്കി തരാമെന്ന്. റസൂലുള്ളാഹിന്റെ അടുത്ത് പോകുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ഉമറേ, നിങ്ങളെപ്പോലത്തെ 4000 ആളുകൾ വന്നാലും അയാളാണ് ദജ്ജാലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ദജ്ജാലിനെ കൊല്ലാൻ ആരെ അല്ലാഹു ഏൽപ്പിച്ചത്? ഈസാ നബി അലൈഹിസ്സലാമിനെയാണ് അല്ലാഹു ഏൽപ്പിച്ചത്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ച് ഈസാ നബി ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടാവില്ല, നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മളല്ലാത്തവർ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ ചെയ്തത് കൊണ്ടാകൂല. അതങ്ങനെയുള്ളത്. നമ്മൾ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മളെ സ്ത്രീകളെല്ലാം ഉണ്ടാക്കി അതിനൊരു പുണ്യാണ്, ഒരു ഖൈറാണ്. നമ്മൾ എത്ര അറിയുന്നവരാണെങ്കിലും അതൊരു പുണ്യാണ്, ഒരു ബർക്കത്താണ്. അതേസമയം നമ്മള് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അതൊരു കൊലത്തിലായി തീരുക. അങ്ങനെ ഉള്ളത് ഏതെങ്കിലും ഒന്ന് ശരിയായതുകൊണ്ട് ഇതിനെതിരാവില്ല. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ ഉമർ വഇൻ കാന ഈ പറയുന്ന വ്യക്തി ദജ്ജാലാണെങ്കിൽ നിങ്ങൾക്കൊരു ചുരുക്കും അയാളെ ചെയ്യാൻ കഴിയൂല. കാരണം ദജ്ജാലിനെ കൊല്ലാൻ അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ള ഈസാ നബിയാണ്. ഈസാ നബി അന്ത്യനാളിൽ ഇവിടെ ഇറങ്ങി വരും അലൈഹിസ്സലാം. ഇവിടെ വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ദജ്ജാലിനെ പിടിക്കും, ദജ്ജാലിനെ ശരിയാക്കും. ആർക്കെ ഏൽപ്പിച്ചിട്ടുള്ളൂ? ഈസാ നബി അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ടുള്ളൂ. അല്ല ഉമറേ, ദജ്ജാൽ അല്ലെങ്കിൽ എന്തിനാ അയാളെ കൊന്നു എന്ന് അല്ലാഹു ചോദിക്കൂലേ? ദജ്ജാൽ എല്ലാം അയാളെ കൊന്നത് എന്തിനാണെന്ന് അല്ലാഹു ചോദിച്ചാൽ ഒരു മറുപടിയും ഇല്ലല്ലോ. അപ്പൊ അല്ലാഹു ഏൽപ്പിച്ചവരെ അല്ലാഹു അങ്ങനെ നടത്തും. നമ്മൾ നിസാരപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. അതാണ് യാ മുഇസ്സു യാ അല്ലാഹ്. അല്ലാഹു തആല ഒരു മനുഷ്യന് ഇസ്സത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനെ ഒരാളെ കൊണ്ടും തകർക്കാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ അല്ലാഹു തആല നിസാരത അയാളെ അല്ലാഹു വളർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഒരാളെ കൊണ്ടും അയാളെ വളർത്താനും സാധ്യമല്ല. ഇത് നമ്മളെ മനസ്സിൽ നന്നായി ഉറച്ചു വെക്കണം.
അല്ലാഹുവേ നമ്മളിങ്ങനെ സാധാരണ ചിന്തിക്കും, പഠിച്ചവനെ ഞാൻ എത്രയോ കോടിക്കണക്കിന് ഉറുപ്പികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അല്ലാഹുവേ എന്ത് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ വേറെ ആളെ പോലെ നോക്കിയിട്ട് പറയും അയാൾക്ക് എന്തൊരു ഖൈറാണ്, അയാൾക്ക് എന്തൊരു ഉയർച്ചയാണ്, അയാൾക്ക് എന്തൊരു ബർക്കത്താണ് പഠിച്ചവനെ എന്ന് നമ്മൾ ചിന്തിക്കും. നമ്മൾ അവിടെ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, അല്ലാഹു നമുക്ക് ഏകിയത് കിട്ടും, ഏകാത്തത് അല്ലാഹു നൽകൂല. യാ മുഇസ് യാ അല്ലാഹ്, യാ മുദില്ലു യാ അല്ലാഹ്, ഇത് രണ്ടും നമ്മൾ നോക്കണം. ഇനി നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതെന്താണ്? അല്ലാഹു ബഹുമാനിച്ച ഒന്നിനെയും നമ്മൾ നിസാരപ്പെടുത്താൻ പാടില്ല. അത് നമ്മൾ നിസാരപ്പെട്ടു പോകാൻ കാരണമായിരിക്കും. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു ബഹുമാനിച്ച ഒന്നിനെയും നമ്മൾ നിസാരപ്പെടുത്താൻ പാടില്ല. അത് നമ്മൾ നിസാരപ്പെട്ടു പോകും. എങ്ങനെ നിസാരപ്പെട്ടു പോകും? നമ്മൾ പറ്റേ വിടക്കായി പോകും. നമ്മൾ അത് എങ്ങനെ കേടുവന്നു പോകുന്നത് എന്നറിയൂല. شعائر الله فإنها من تقوى القلوب مولاي صل وسلم أبدا حبيبك خير الخلق كلهم. ഹബീബിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നോക്കി നിങ്ങൾ, നമ്മളൊക്കെ സാധാരണ പഴയ കാലം മുതലേ വയറു കേട്ട് നമ്മൾ പഠിച്ചവരാണ്. ബഹുമാനപ്പെട്ട ആദ്യം ഇങ്ങനെ വലിയ ഇല്ലാത്തൊരു സാധാരണ മനുഷ്യനായിരുന്നു. സാധാരണ നമ്മളെ പോലത്തെ ഒരാളായിരുന്നു. പിന്നീട് അല്ലാഹു അവരെ വലിയ ദർജയിലേക്ക് ഉയർത്തി, വലിയ സ്ഥാനത്ത് അല്ലാഹു ഉയർത്തി. എന്തായിരുന്നു കാരണം? ഒരു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയ, അല്ലാഹുവിന്റെ പേരെഴുതിയ ഒരു പുസ്തകം, ഒരു പേപ്പർ നിലത്ത് കിടക്കുന്നത് കണ്ട സമയത്ത് ബഹുമാനപ്പെട്ടവർ അത് എടുത്തിട്ട് അതിന്റെ ഒരു ചുംബനം കൊടുത്തു. എന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു സുഗന്ധം അതിൽ പൂശിയിട്ട് നല്ല ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് എടുത്തു വെച്ചു. എടുത്തു വെക്കുന്ന ഉദ്ദേശം എന്തായിരുന്നു? പഠിച്ചോനെ ഇത് നിലത്തിട്ടിട്ട് ആരും ചവിട്ടി പോകരുതേ, ഇതിന്റെ ഒരു ബഹുമാനമുണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു പോകരുതേ എന്നുദ്ദേശിച്ചായിരുന്നു ബഹുമാനപ്പെട്ടവര് അങ്ങനെ ചെയ്തത്. അത് കാരണം അല്ലാഹു തആല ബഹുമാനപ്പെട്ടവരെ വലിയ ദർജയിലേക്ക്, വലിയ വിലായത്തിന്റെ കറാമത്തിന്റെ സ്ഥാനത്തേക്ക് അല്ലാഹു തആല ഉയർത്തി. നമ്മൾ പലപ്പോഴും പല നിലക്കും പറഞ്ഞതാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ നമ്മൾ സാധാരണ കുട്ടികൾ മദ്രസയിൽ പോകുമ്പോൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, മക്കളെ നിങ്ങൾ അരക്കത്തായ മുസഹഫ് പിടിച്ചു പോകരുതേ. മദ്രസയിൽ ഞാൻ ഉസ്താദുമാരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. സാധാരണ ഉസ്താദുമാർ അങ്ങനെ ക്ലാസ്സുകൾ കിട്ടിയാൽ ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒരിക്കലും അരക്കെങ്കിൽ ഇപ്പോൾ മദ്രസയിലെ കുട്ടികൾ ബാഗ് ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അത് അൽഹംദുലില്ലാഹ് മുമ്പ് കാലത്തൊക്കെ കവറായിരുന്നു. കവർ മാത്രമല്ല, നമ്മളൊക്കെ മുസാഫിലൊക്കെ അടയാളം വെച്ചിരുന്നത് സോപ്പിന്റെ കവറൊക്കെ ആയി. നമ്മൾ അടയാളം അതിന്റെ ഒരു കാലൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന് അവർക്ക് കാലം എത്രയോ മാറിപ്പോയി. ഏതായാലും ഇന്ന് മുസഹഫിൽ തന്നെ അടയാളത്തിലുള്ള കയറുകളും നൂലുകളൊക്കെ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അന്ന് അങ്ങനെ അല്ലായിരുന്നു. ഏതായാലും ഇന്ന് മുസഹഫ് നാം സാധാരണ ബാഗിലെത്തിട്ട് ആ ബാഗിലേക്ക് കനം തോന്നുന്ന സമയത്ത് ബാഗിലെടുക്കുന്നത് നമ്മളെ സാധാ ചന്തിയുടെ അടിയിലേക്കായി പോയാൽ അത് മുസഹഫിനോടുള്ളൊരു ബഹുമാനക്കുറവായിരിക്കും. നമ്മൾ നന്നായിട്ട് ചിന്തിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഖൈർ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിനെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടും, നമുക്കും ബഹുമാനം ഉണ്ടായി തീരും. അല്ലാഹു നിസാരപ്പെടുത്താൻ പറഞ്ഞതിനെ നമ്മൾ നിസാരപ്പെടുത്തണം. സുബ്ഹാന ജല്ല ജലാലുഹു. മനുഷ്യന്മാര് വല്ലാത്ത പുരോഗതിയായി കണ്ട നിങ്ങൾ. ഒരു സാധു, ആ സാധു റോട്ടുകൊണ്ട് വണ്ടിക്ക് കൈയാട്ടിയാൽ ഓർക്ക് കയറ്റാൻ മടിയാണ് അയാളെ. എന്തെങ്കിലും കാരണം കൊണ്ടായിരുന്നു. പക്ഷെ ഓന്റെ വണ്ടിയിൽ നായനെ കൊണ്ടുവരുന്ന ഓർക്കൊരു മടിയില്ല. അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട്. വണ്ടിയിലെ നിങ്ങൾ ഒരാൾക്ക് 10 റുപ്യ കൊടുക്കാൻ വല്ലാത്ത വിഷമം. അതേ സമയത്ത് 10,000 റുപ്യ കൊടുത്ത് നായനെ വാങ്ങാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനത്തെ കുറെ ആളുകളുണ്ട്, കുറെ മനുഷ്യന്മാരുണ്ട്. അത് മുസ്ലിമീങ്ങളുണ്ട്, കാഫിരീങ്ങളുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മുസ്ലിമീങ്ങൾ നന്നായി മനസ്സിലാക്കണം. അല്ലാഹു ബഹുമാനിക്കാൻ പറഞ്ഞതിന് നമ്മൾ ബഹുമാനിക്കണം.
അല്ലാഹു നിസാരപ്പെടുത്താൻ പറഞ്ഞതിനെ നിസാരപ്പെടുത്തണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലേ, സിദ്ദീഖ് റളിയല്ലാഹു സിദ്ദീഖുല്ലാഹിന്റെ പറഞ്ഞൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞത് കാണാം, ഉർഖുബു മുഹമ്മദൻ ഫി ആലി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം, ആ കുടുംബം അന്ത്യനാൾ വരെ ഇവിടെ നിലനിൽക്കുന്നവരാണ് റസൂലുള്ളാഹിന്റെ കുടുംബം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാ. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ഈ സൂറത്ത് അറിയാത്തവരാരും ഇല്ലല്ലോ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, ആ സൂറത്ത് ധാരാളം ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല നല്ല ഖൈർ ഏറ്റിത്തരും എന്നാണ് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആസിഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, ഓ മുഹമ്മദ് നബിയെ, എന്താ നിങ്ങളുടെ കഥ, എന്താ നിങ്ങളുടെ അവസ്ഥ? എല്ലാ ആൺകുട്ടികളും മരിച്ചുപോയില്ലേ? റസൂലുള്ളാഹിനോട് പറയും, നബി തങ്ങളുടെ ഹയാത്ത് കാലത്ത് തന്നെ ഖാസിം എന്ന മകൻ, അബ്ദുല്ല എന്ന് പറയുന്ന മകൻ, ഇബ്രാഹിം എന്ന മകൻ, ഇവരൊക്കെ വഫാത്തായി പോയി. ആൺകുട്ടികളൊക്കെ വഫാത്തായി പോയി. റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ ഒരൊറ്റ പെൺകുട്ടി മാത്രമേ ബാക്കിയുള്ളൂ, അത് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമ ബീവി തന്നെ റസൂലുള്ളാഹി വഫാത്തായി 6 മാസം കഴിഞ്ഞ ഉടനെ ഫാത്തിമ ബീവി വഫാത്തായി പോയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം അങ്ങനെ ഒരു ഇല്ലാത്തതുപോലെ ഇയാൾക്ക് തോന്നിപ്പോയി. ഇയാൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. അത് കഥ കഴിഞ്ഞേക്കുന്നു, എന്റെ ബാക്കിക്കാരും ഇല്ല. അനന്തരം മുറിഞ്ഞു പോയി. റസൂലുള്ളാഹിനോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറയുന്നു, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആ പറഞ്ഞവന്റെ അഡ്രസ് അല്ലാഹു കളഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ അഡ്രസ് അന്ത്യനാൾ വരെ നിലനിൽക്കും. അവിടുത്തെ മക്കൾ അന്ത്യനാൾ വരെ നിലനിൽക്കും. അവരുടെ കുട്ടികൾ അന്ത്യനാൾ വരെ നിലനിൽക്കും. പക്ഷെ പറഞ്ഞവന്റെ ആരാളുള്ളത് നമ്മളറിയാം. ഓന്റെ ഒരു അഡ്രസ് കാണാനില്ല. ഓന്റെ അഡ്രസ് തന്നെ പോയി. റസൂലുള്ളാഹിന്റെ കുടുംബം അന്ത്യനാൾ വരെ നിലനിൽക്കും. അതെല്ലാവർക്കും അറിയുന്ന സൂറത്താ. ഇന്ന ശാനിയക ഹുവൽ അബ്തർ. തങ്ങളെ നിസാരപ്പെടുത്തിയവൻ, ആ നിസാരപ്പെടുത്തിയവന്റെ തറവാണ് അല്ലാഹു മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അവൻ വാലറ്റ് പോയി. നമ്മൾ സാധാരണ അർത്ഥം വെക്കുന്നത് പോലെ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടി, ആ കുട്ടി എത്ര ചെറിയ കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ നീ എന്നുള്ള ഖിതാബ് സംഭാഷണം നമ്മൾ നടത്താൻ പാടില്ല. ബഹുമാനിച്ച് നിങ്ങളെ എന്നേ പറയാം. എത്ര ചെറിയ കുട്ടിയായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട കുട്ടിയാണോ, ആ കുട്ടിയെ നമ്മൾ ബഹുമാനിക്കണം. അത് റസൂലുള്ളാഹിനെ അല്ലാഹു ബഹുമാനിച്ചതാണ്. മുഹമ്മദൻ ഫീ ആലി മുഹമ്മദ്. അബൂബക്കർ സിദ്ദീഖുല്ലാഹിന്റെ പറയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം, ആ കുടുംബത്തിൽ എപ്പോഴും റസൂലുള്ളാഹിന്റെ ചോരയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. നബി തങ്ങളുടെ നീരതിലുണ്ട്, റസൂലുള്ളാഹിന്റെ വിയർപ്പതിലുണ്ട്, റസൂലുള്ളാഹിന്റെ ഒരു അസ്ൽ അതിൽ നിന്ന് പോന്നിട്ടുണ്ട്. നിങ്ങളത് ശ്രദ്ധിക്കണേ സ്വഹാബിമാരെ. അപ്പോൾ റസൂലുള്ളാഹിന്റെ കുടുംബാണോ, ആ കുടുംബത്തെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ആ ബഹുമാനം കൊണ്ട് നമ്മുടെ മനസ്സിനെ അല്ലാഹു നന്നാക്കി തരും. നമുക്ക് അല്ലാഹു ബഹുമാനം തരും. കണ്ടു നിങ്ങൾ, ഉർഖുബു മുഹമ്മദൻ ഫീ ആലി മുഹമ്മദ്. ഇനി നോക്കി നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്റെ അസ്ഹാബിമാരെ സ്നേഹിക്കണേ, എന്റെ സഹാബിമാരെ നിങ്ങൾ സ്നേഹിക്കണേ, എന്നാൽ നിങ്ങൾ അല്ലാഹു സ്നേഹിക്കും. എന്റെ സഹാബിമാരെ ദേഷ്യം പിടിച്ചാൽ നിങ്ങൾ നശിച്ചു പോകും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. അതല്ലേ നമ്മൾ സാധാരണ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കും. നമ്മളെ മുസ്ലിമീങ്ങളെ മനസ്സിൽ ബദരീങ്ങൾ പോയിട്ടുണ്ടോ? നമ്മളൊന്ന് വെച്ചുവിട്ടിയ ബദരീങ്ങളെ പടച്ചവനെ കാക്കണേ എന്ന് നമ്മൾ പറയും. തങ്ങളെ നമ്മളെ മനസ്സിൽ പോയിട്ടില്ല. ബഹുമാനപ്പെട്ട മമ്പുറത്തെ പാപ്പ നമ്മളെ മനസ്സിൽ പോയിട്ടില്ല. അത് പോകാൻ പാടില്ല. അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. കണ്ട നിങ്ങളെ, അത് റസൂലുള്ളാഹി ശആയിറുല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അതേ പ്രകാരം തന്നെ നമ്മുടെ നല്ല പ്രമാണിമാരായ ഉമറാക്കളെയും നമ്മൾ ബഹുമാനിക്കണം. ഉമറാക്കൾ എന്ന് പറയുമ്പോൾ ഇന്ന് നന്നായി വിശദീകരിക്കേണ്ടാണ്. എല്ലാവരും ഉമറാകല, ഞാനാണ് ഉമറാകെന്ന് പറഞ്ഞിട്ടുണ്ടാകല. അതുകൊണ്ട് എന്തെല്ലാം ഫിത്തനകളാ ലോകത്തുണ്ടാകുന്നത്. അതേ സമയത്ത്
ബഹുമാനിക്കപ്പെടേണ്ട നല്ല ആളുകളുണ്ട്, നല്ല മുഅ്മിനീങ്ങൾ, 5 വഖത്ത് നിസ്കരിക്കുന്ന, ഒരൊറ്റ നോമ്പ് നഷ്ടപ്പെടാത്ത നല്ല സാലിഹീങ്ങളായ നല്ലവരുകൾ. അല്ലാഹു നല്ല ഉമറാക്കൾക്ക് അല്ലാഹു ആയുസ്സ് നീട്ടി കൊടുക്കട്ടെ. കണ്ടോ നിങ്ങൾ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ മഹദിയത ഒരു ദിവസം ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരാൾ വീട്ടിൽ കൊണ്ട സമയത്ത് ആ വന്നവൻക്ക് ഒരു ചെറിയ പത്തിരിയുടെ കഷ്ണം ആയിഷ ബീവി എടുത്തു കൊടുത്തു. അതൊക്കെ കാണുന്നത് വേറൊരു മഹദി മൈമൂന റളിയല്ലാഹു അൻഹാ. മഹദി കാണുന്നത് മൈമൂന റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ ഓർമ്മയായത് നമ്മുടെ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളുടെ സഹോദരി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. കഴിഞ്ഞ വ്യാഴാഴ്ച. അല്ലാഹുവിന്റെ ദർജ കൊടുക്കുമാറാവട്ടെ. അവരുടെ പേര് മൈമൂന ബീവി എന്നാണ്. പഠിച്ചവർക്ക് അവരെയും നമ്മെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇന്നോ ഇന്നലെ ഉംറക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചതായി. അങ്ങനെ മൂത്താങ്ങളെ നമ്മളെ ഇവിടെ കഴിഞ്ഞ കല്യാണത്തിലൊക്കെ വന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമുക്കൊക്കെ അറിയാം. അല്ലാഹു ദർജ കൊടുക്കട്ടെ. മഹാനവറുകൾ വഫാത്തായി. ഒരു ശവ്വാൽ 5 മാസത്തിലായി വലിയ പെരുന്നാളുകൾ അടുപ്പിച്ചായിട്ട് ബഹുമാനപ്പെട്ടവര് വഫാത്തായി. അങ്ങനെ ആങ്ങളെ ഇവിടെ ഖബർ പോയി തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയിൽ വെച്ച് ഒരു ഇരക്കട്ടം ഉണ്ടായി. ഉടനെ തന്നെ മരണപ്പെട്ടു പോയി. ഒരു അസുഖമില്ല, ഒരു പ്രയാസമില്ല. അല്ലാഹു തആല ആ മകന് ഇവിടെ ദർജ അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇവിടെ മക്കൾ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. അങ്ങനെ മഹദി അവർക്ക് മരണപ്പെട്ടു പോയി. നമുക്ക് ഇത് ക്ലാസ് കഴിഞ്ഞ് ഒന്ന് ദിക്ർ ചെയ്ത് മഹദിക്ക് വേണ്ടി പഠിച്ചു സ്വാലിഹീങ്ങളായ ഒരുപാട് ആളുകൾ നമ്മോട് വിരിഞ്ഞു പോയി. അല്ലാഹു എല്ലാവരും ദർജയും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ദർജയും അല്ലാഹു ഏറ്റി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ ആയിഷ ബീവിയുടെ അടുത്ത് ഒരാൾ പോയപ്പോൾ മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ ആയിഷ ബീവിയുടെ പത്തിരിയുടെ കഷ്ണം കൊടുക്കുന്നത് കണ്ടു. അങ്ങനെ അത് കഴിഞ്ഞു. അയാൾ അങ്ങനെ പോയി ചെയ്തു. വേറൊരാൾ വന്നു. ആയിഷ ബീവി പറഞ്ഞു വിളിച്ചോളി തന്നെ അയാളെ ചെളിച്ച് വിളിച്ചു ഭക്ഷണം കൊടുത്തു. അപ്പൊ മൈമൂന ബീവി ചോദിച്ചതിന് ആയിഷ ആയിഷമ്മ, ഈ ഒരാൾക്ക് നിങ്ങൾ അങ്ങനെയും കൊടുത്തു ഒരാൾക്ക് അങ്ങനെയും കൊടുത്ത് അങ്ങനെ പാടുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ മറുപടി അൻസിലുന്നാസ മനാസിലഹും തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആളുകൾക്ക് ഉള്ള സ്ഥാനം നമ്മൾ വകവെച്ചു കൊടുക്കണം. സാലിഹീങ്ങളായ ആളുകൾക്ക്. പക്ഷേ സ്ഥാനം കണ്ടിട്ട് നമ്മൾ മുതക്കബ്ബിറാകാൻ പാടില്ല, നമ്മൾ ഹാസിദാകാൻ പാടില്ല, എല്ലാവരെയും അടക്കുന്നയും ഒതുക്കുന്നയും കാര്യമുള്ള ആളാകാൻ പാടില്ല. മോശപ്പെട്ട ചിന്തകളെ തൊട്ട് നമ്മളൊക്കെ കാക്കട്ടെ. രണ്ടാമത് വന്ന ആള് ഒരു കാര്യപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അയാൾക്ക് വേണ്ടി ഇത്രയും സൗകര്യം ചെയ്തു കൊടുത്തതെന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ. ഞാൻ ഈ പറഞ്ഞു വരുന്നതിനൊക്കെ ഉദ്ദേശം അല്ലാഹു നിസാരപ്പെടുത്തിയത് നമ്മൾ നിസാരപ്പെടുത്തണം, അല്ലാഹു ബഹുമാനിച്ചതിനെ നമ്മൾ ബഹുമാനിക്കണം. എന്നാൽ എന്തുണ്ടാകും? അല്ലാഹു നമുക്ക് ഇസ്സത്ത് നൽകും. അല്ലാഹു ബഹുമാനിക്കാൻ പറയാത്തതിനെ നമ്മൾ ബഹുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദില്ലത്താണ് വരിക, നമുക്ക് മോശത്തരാണ് വരിക, നമുക്ക് ചെറുതായ്മയാണ് വരിക. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൽ ഖലീഫത്തു സാനിയ, മുസ്ലിം ലോകത്തെ രണ്ടാമത്തെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു. അല്ലാഹുവിന്റെ ഹബീബ് ദുആയില്ലേ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബിഉമർ, ഉമറിനെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ് എന്ന് ആയിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആയിരുന്നു. മഹാനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. പക്ഷേ എത്ര വലിയ മഹാനാണെങ്കിലും പലതവണ ആഖിറത്തിനെ ഭയന്ന് കരഞ്ഞവരാണ്. അത്രയും സമയത്ത് അവർ ഉറങ്ങാറില്ല. പകല് സമയത്തും അവരെപ്പോഴും പരലോകമെന്നുള്ള ചിന്ത. കൂടെ ഒരാളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കാണ്. എന്തിനെ സംബന്ധിച്ച്? ആഖിറത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. തിരക്കിന്റെ ഇടയിൽ അതൊന്ന് മറന്നുപോയാൽ അങ്ങനത്തെ സാലിഹീങ്ങളാണ്, അങ്ങനത്തെ ഭരണാധികാരികളാണ്, അങ്ങനത്തെ നേതാക്കളാണ് അമീറുൽ മുഅ്മിനീന ഉമർ ഇബ്നുൽ ഖത്താബ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാണ്, ഇന്ന ഇസ്ലാമ ഉമർ കാന ഫത്ഹ. റസൂലുള്ളാഹി തങ്ങൾ ദുആയിരുന്നു, അല്ലാഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൊണ്ട് ഇസ്ലാമിന് ഇസ്സത്ത് നൽകണേ. ആ ദുആയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാമിന് വലിയ വിജയമാണ്. 10,000 വന്ന സ്ഥാനത്തായി പോയി. ആ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നപ്പോൾ
ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമായി എന്നുള്ള വിവരം മക്കയിലാകെ പടർന്നപ്പോൾ സർവ്വ മുശ്രിക്കീങ്ങളുടെയും വിറക്കൽ സംഭവിച്ചു. എല്ലാ മുശ്രിക്കീങ്ങളുടെയും ഭയപ്പാട് സംഭവിച്ചു. എല്ലാ മുസ്ലിമീനും ഇന്ന് നിങ്ങളൊക്കെ അറിഞ്ഞാണ് മലപ്പുറം ജില്ലയിൽ ഒരു മുസ്ലിമായി വന്ന സഹോദരനെ വെട്ടിക്കൊന്നത് നിങ്ങളൊക്കെ അല്ലാഹുവേ മുസ്ലിം സമുദായത്തിന് കാവൽ കൊടുക്കണേ റഹ്മാനേ. മുസ്ലിം സമുദായത്തിന് കാവൽ കൊടുക്കുമാറാകട്ടെ. വലിയ വിഷമത്തിലാണ് എല്ലാവരും. സാമ്പത്തികമായി ലോകം മുഴുവനും വേണ്ടി രാജ്യം മുഴുവനും തകർന്നു. പലരും പല വിഷമത്തിലാണ്. ഇനി എന്തെല്ലാം സംഭവിക്കുമെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയുന്നില്ല. ബുദ്ധിമാന്മാരായ വലിയ വലിയ വിദ്യാസമ്പന്നരായ ആളുകൾ മുഴുവനും ലോകത്ത് പലതും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പഠിച്ചവന് എന്തൊരു പരീക്ഷണമാണ് വരുന്നത്, എന്തൊരു പ്രയാസമാണോ വരുന്നത്, ആർക്കും ആലോചിച്ചൊരു പിടുത്തവുമില്ല. അല്ലാഹുവിനോട് നമുക്ക് കൈമലർത്തി നേർക്കാം. പഠിച്ചവനെ നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്, നീ കാവൽ നൽകണേ റഹ്മാനേ. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ കാവൽ നൽകണേ റഹ്മാനേ. എല്ലാ ആപത്തുകളെ തൊട്ടും നീ കാക്കണേ റഹ്മാനേ. എല്ലാ ഉമ്മമാരോടും പറയണേ നിങ്ങളെ കൺചുവത്തിനും ദ്വാരക്കണേ. എല്ലാ സംഗതികളുടെയും ബാബുകൾ അടഞ്ഞു പോകുകയാണ്. എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാവരും ഒതുങ്ങിപ്പോകുകയാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. അല്ലാഹു ഒരു ഖൈറായ പരിഹാരം ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയമായിരുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് മുസ്ലിമീങ്ങൾക്ക് വലിയ സഹായമായിരുന്നേ. ഭരണാധികാരിയായപ്പോൾ എല്ലാ ജാതിഭേദമന്യേ എല്ലാവരും സമാധാനത്തിലായിരുന്നു. ഒരു പ്രശ്നങ്ങളും ഒരു പ്രയാസങ്ങളും ഒരു ബുദ്ധിമുട്ടുകളും ഒരാൾക്കും സംഭവിക്കുന്നില്ല. ആ ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഇസ്ലാമിന് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് യാ മുനിസ് യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ രണ്ട് പേരുകൾ, 25ാമത്തെ പേരും 26ാമത്തെ പേരും നാം ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൃഢമായ ഒരു വിശ്വാസം വേണം. എന്താണ്? അല്ലാഹു ഇസ്സത്ത് കൊടുത്തവരെ നമുക്ക് താത്താൻ സാധ്യമല്ല. അല്ലാഹു ഉയർച്ച കൊടുത്തവരെ നമുക്ക് താഴ്ത്താൻ സാധ്യമല്ല. അല്ലാഹു ഉയർത്തിയവരെ നമുക്ക് താഴ്ത്താനും സാധ്യമല്ല. അല്ലാഹു താഴ്ത്തിയവരെ നമുക്ക് ഉയർത്താനും അന്ത്യനാൾ വരെ കഴിയൂല. നമ്മൾ ഏതെങ്കിലും മോശപ്പെട്ടവരായിരിക്കും. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഒരു വലിയ ഒരു പണ്ഡിതൻ, ഒരു നല്ലൊരു ആലിം, അല്ലാഹു അദ്ദേഹത്തിന് വലിയ ഖൈർ നൽകട്ടെ. ഞാൻ എവിടെയാണെന്ന് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഞാൻ പറയുന്നില്ല. ഉണ്ടായ ഒരു അനുഭവമാണ്. ആ പണ്ഡിതന്റെ മഹല്ലിൽ അദ്ദേഹം 10-23 കൊല്ലമായി ഒരു മഹല്ലിൽ ജോലി ചെയ്യുന്നു. ആ മഹല്ലിൽ ആ പണ്ഡിതന്റെ വാക്കാണ് അന്തിമ വാക്ക്. അയാള് പറഞ്ഞതനുസരിച്ചാണ് ആളുകളൊക്കെ ജീവിക്കുന്നത്. ഒരു മുതലാളി, ഒരു പണക്കാരൻ, നിങ്ങൾ ആലോചിച്ചു നോക്കണം. അയാള് അദ്ദേഹത്തിന്റെ മകളുടെയും മകന്റെയും ഒരു നിശ്ചയം, ഒരു നിക്കാഹ്, ഒരു സൽക്കാരം വീട്ടിൽ വെച്ച് നടത്തി. ലോക ആർഭാടമുള്ള നിക്കാഹായിരുന്നു ആ നടന്നത്. ഒരുപാട് സിനിമ ഡാൻസുകളും അതുപോലത്തെ കുറെ പേക്കൂത്തുകൾ നടന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച വെള്ളിയാഴ്ച ഉസ്താദ് പള്ളിയിൽ വെച്ച് ജുമഅക്ക് നന്നായി ഇതിന്റെ മസ്അല പറഞ്ഞു കൊടുത്തു. ഇസ്ലാമിന്റെ വിധി ഉസ്താദ് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞു. ഈ ആചാര്യ വന്നു ഉസ്താദിന്റെ കൈ പിടിച്ച്, ഉസ്താദെ സംഭവിച്ചു പോയി, പൊരുത്തപ്പെടണേ എന്നവർ പരസ്യമായി ഒരു പൊരുത്തപ്പെടിക്കലും അവിടെ നടന്നു. പിന്നെ സംഭവിച്ചത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണ്ടേ, കല്യാണം, എല്ലാരും കല്യാണം ഉണ്ടാവില്ല, കൂട്ടിക്കൊണ്ടുപോകും. അത് നടത്തുമ്പോൾ ഉസ്താദിനെ വിളിച്ച് എല്ലാരും വിളിച്ചു. അപ്പൊ കമ്മിറ്റിക്കാര് ഉസ്താദെ അയാൾ പൊരുത്തപ്പെടിച്ചു പോയതല്ലേ, അതുകൊണ്ടിട്ട് ഇനി എന്താക്കണ്ട, പോകാതെ കണ്ട കല്യാണത്തിന്. കല്യാണത്തിന് പോയപ്പോൾ ആളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ ഉറക്കനെ ഇയാൾ ചോദിക്കാണ്, ആ മൊയ്ലേരെ നിങ്ങൾ പറയാത്ത കല്യാണത്തിന് എന്തിനാ വന്നിട്ടുള്ളത്?
അയാളോട് ചോദിക്കാൻ, നിങ്ങൾ എന്തിനാണ് പറയാത്ത കല്യാണത്തിന് വന്നിട്ടുള്ളത്? അപ്പൊ അന്ന് സംഭവിച്ചത് കാക്കത്തൗകായിരുന്നു. അതിപ്പോ വെച്ച് ഈ മുസ്ലിയാരി ഉസ്താദി പണ്ഡിതൻ അദ്ദേഹം അതാ ബദരീങ്ങളെ ഹദറത്തിലേക്ക് ആ സദസ്സിൽ വെച്ചൊരു ഫാത്തിഹ ഓതി. ബദരീങ്ങളെ ഹദറത്തിലേക്ക് ഫാത്തിഹ ഓതിയിട്ട് വന്ന വണ്ടിയിൽ തന്നെ അവിടെ തിരിഞ്ഞു നോക്കാതെ തിരിച്ചു പോന്നു. അവിടെയുള്ള കുറെ ചെക്കന്മാരും കുറെ ആളുകളും ഒക്കെ ചിരിച്ചു. ഉസ്താദിനെ പരിഹസിക്കുന്നത് അള്ളാഹുവിന്റെ ഒരു ഖദാ നിങ്ങൾ നോക്ക്. ആ കല്യാണത്തിൽ എനിക്ക് ക്ലാസ്സിൽ പറയാൻ പറ്റൂലെങ്കിലും സുബ്ഹാനല്ലാഹ് പറയാതിരിക്കാൻ വയ്യല്ലോ. ആ കല്യാണത്തിൽ പറഞ്ഞ തന്ത ഒരു പെണ്ണുമായി മോശപ്പെട്ട ഒരു പ്രവർത്തനം ആ കല്യാണത്തിൽ വെച്ച് നടന്നു. അതിന്റെ പേരിൽ ആ കല്യാണത്തിന് വന്നവർ തന്നെ അടിച്ച് അയാളെ ശരിയാക്കി. അല്ലാഹു കാട്ടിക്കൊടുക്കുന്ന പണിയാണ്. അപ്പൊ അല്ലാഹു ഇസ്സത്ത് കൊടുക്കാൻ പറ്റിയവരെ ഒരിക്കലും നമ്മൾക്ക് നിന്ദപ്പെടുത്താൻ സാധ്യമല്ല. അല്ലാഹു നിന്ദിച്ചവരെ ഒരിക്കലും ഇസ്സത്താക്കാൻ നമുക്ക് സാധ്യമല്ല. അല്ലാഹു മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. ഇനി അസ്മാഉൽ ഹുസ്നയുടെ മറ്റു ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്. ഇത് രണ്ട് പേരുകളാണ് അല്ലാഹുവിന്റെ. എന്താണ് അതിന്റെ അർത്ഥമുള്ളത്? അല്ലാഹു എല്ലാം കേൾക്കുന്നു. നമ്മളെ കേൾവിക്ക് ഒരു പരിധിയുണ്ട്. നമുക്ക് കേൾക്കാൻ കാത് വേണം. കാതുണ്ടായത് കാര്യമില്ല, കാത് ചാലുവായ കാതാകണം, കേൾക്കാൻ പറ്റിയ കാതാകണം. ഇന്ന അകലത്തുനിന്നേ നമുക്ക് കേൾക്കുകയുള്ളൂ. അതിന്റെ അപ്പുറമുള്ളത് നമുക്ക് കേൾക്കൂല. ഇന്ന പവർ ഉള്ളതേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇന്നത് നമുക്ക് കാണാൻ സാധിക്കൂല. മേലെ നല്ല സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന സമയത്ത് മുകളിലേക്ക് നമുക്ക് നോക്കാൻ കഴിയൂല. കാരണം നമ്മളെ കണ്ണിന്റെ പവർ ഒരിക്കലും അതിന് സാധ്യമല്ല. നമ്മൾ അങ്ങനെയാണ് നമ്മളെ കേൾവി, നമ്മളെ കാഴ്ച. അതേ സമയത്ത് അല്ലാഹു ജല്ല ജലാലുവിന് അതിന് ആവശ്യമില്ല. റബ്ബിന്റെ കേൾവിക്ക് കാതിലേക്ക് ആവശ്യമില്ല. ദൂരപരിധി വ്യത്യാസമില്ല. ഇന്നവൻ പറയുന്നത് എന്നുള്ള വ്യത്യാസമില്ല. എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹു. എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനാണ് അല്ലാഹു. ഈ രണ്ട് പേരുകൾ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ മനസ്സിലെപ്പോഴും ഓർമ്മയുള്ള പേരുകളാണ്. ആ കൂട്ടത്തിൽ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ സാലിഹീങ്ങളായ മഹാന്മാരുണ്ട്. നമ്മളതാ ഇവിടെ പാണന്തറയിൽ വെച്ചൊരു ഖുതുബിയത്ത് നടത്താണെന്ന് നമ്മൾ വിളിക്കുന്നു. ആരെ? യാ ഗൗസു യാ മഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മളെ പാണന്തറയിൽ ബഗ്ദാദ് എത്ര ദൂരമുണ്ട്? എത്രായിരം കിലോമീറ്റർ ദൂരമാണ്. അതിന്റെ ഇടയിൽ എത്ര പർവ്വതങ്ങളുണ്ട്, എത്ര കടലുകളുണ്ട്, പുഴകളുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് വിളിക്കുന്നു യാ ഗൗസു യാ മഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. തങ്ങളെ ഓരോ കോലത്തിൽ നമ്മൾ വിളിക്കുന്നു. അയ്യുദിനികുന ദൈമുൻ വഅന്ത ദഖീറതി ഫവദ്ലാമു ഫിദ്ദുനിയാ വഅന്ത നസീരി. തങ്ങളെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയക്കണം? അതാണ് മുമ്പ് ഇവിടെ ഒരു സ്ഥലത്ത് അടി നടന്നപ്പോൾ ഇവര് പറഞ്ഞത് എന്തും സഹിക്കാം, തന്നെ സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം ആളുകൾ അവർക്ക് അപ്പ ഉണ്ടായിരുന്ന പിന്നെ അടുത്ത അടി, ആ അടിയിൽ എല്ലാ അടിയും സഹിക്കാം, ആ അടി സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് പഴയ കാലത്തുള്ള ആൾക്കാർ ഈമാനായിട്ട് വേഗം വളരെ ഈ വാക്കാ വരിക. എന്റെ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. വിളിക്കേണ്ട ഒരു കാര്യങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിച്ച് 11 അടി നടക്കുന്നതിന് മുമ്പ് കാര്യം നടക്കുന്ന കാര്യം സാധിക്കുന്ന. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ഞങ്ങളൊരു കുടുംബത്തെ നടത്തി ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അല്ലാഹു തആല അത് വേഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു. വേറൊരു നമ്മളെ ഈ കൂടല്ലൂരിൽ തന്നെ അല്ലാഹുവിന്റെ നമ്മള് ഈ കറാമത്ത് പറയില്ല, നമ്മളെ കറാമത്തിന് വലിയ മഹത്വം. നിങ്ങൾക്ക് നമ്മളെ കൂടല്ലൂർ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ മോൾക്ക് കല്യാണം കഴിച്ചു. അങ്ങനെ ചെക്കൻ കണ്ടുപോയതാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ഗൾഫിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ പോയിട്ട് 6 മാസം കൊണ്ട് ഇങ്ങോട്ട് വരണം. ഇവിടെ നിക്കാഹ് ഉറപ്പിച്ചു. ശനിയാഴ്ച ഞായറാഴ്ചയാണ് നിക്കാഹ്. പക്ഷേ മോൻക്ക് ഒരിക്കലും അവിടുന്ന് വരാൻ കഴിയുന്നില്ല. വെള്ളിയാഴ്ച വരെ ഓനെത്തിയില്ല. അങ്ങനെ അവര് വല്ലാത്ത സമയമാണ്. എല്ലാ വഴികളും അടങ്ങുന്നു, വരാനൊരിക്കലും സാധ്യമല്ല. സുബ്ഹാനല്ലാഹ്, അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ഞാൻ ഖുതുബിയത്ത് നേർച്ചയായി അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ശനിയാഴ്ച രാവിലെ വൈകുന്നേരം നടത്തി.
പെട്ടെന്ന് ഓൻ തന്നെ പറയുന്നത് എനിക്കാണ് നിക്കാഹ് തന്നെ നീട്ടി വെക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ നിക്കാഹിനെ ഒക്കാത്താക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ ഖലാഹ് കൊണ്ട് അതങ്ങനെ സംഭവിച്ചു. തങ്ങളെ വിളിച്ചാൽ യാ സാഹിബൽ ബഗ്ദാദി കുല്ലി നാസിരി യാ മത്ലബൽ ഹജാതി അബ്ദൽ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി ദിനിയാ ശൈഖ് തങ്ങളെ നമ്മളതാ വിളിക്കുന്നു. കുല്ലി നാസിരി, തങ്ങളെ എനിക്ക് സഹായിയാകണേ, എന്നെ സഹായിക്കണേ. അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്തൊരു പവറാണ്. അവിടെ ദൂരം അകലം അടുത്തുള്ള വ്യത്യാസമില്ല. അല്ലാഹു കൊടുത്തൊരു ഖുദ്റത്താണ്. അവര് ആബിദീങ്ങളായാൽ അല്ലാഹു കൊടുക്കുന്ന നിങ്ങളെ അങ്ങോട്ട് ആബിദീങ്ങളായോ നല്ല ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ നോക്കി അല്ലാഹു തആല നമുക്ക് പല വഴികളും നമുക്ക് തുറന്നു തരും. പക്ഷേ നമുക്ക് അതിന് സാധ്യമല്ല. നമുക്ക് അപ്പൊ നൂറുകണക്കിന് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. അതാണ് മഹാന്മാര് രാത്രി സമയത്തിരുന്നു കൊണ്ട് വരുന്നില്ലേ, യാ ലൈതനീ ലം തലിദ് ഉമ്മീ, പടച്ചവനെ എന്റെ ഉമ്മ ഈ ഭൂമി ലോകത്തേക്ക് എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നേ. ആ കാണുന്ന പുൽക്കൊടിയായി പടച്ചവൻ എന്നെ സൃഷ്ടിക്കുമായിരുന്നില്ലേ. ഇതവര് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. കാരണം എന്റെ എല്ലാ ചിന്തകളും എല്ലാം അറിയുന്നവനാണ് രാജാതിരാജനായ അല്ലാഹ്. യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ്, ഇന്ന സമഅ വൽ ഫുആദ, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പഠിപ്പിച്ചതാ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നമ്മുടെ മനസ്സ്, നമ്മുടെ നാവ്, നമ്മുടെ ചിന്ത എല്ലാം രാജാവായ അല്ലാഹുവിന്റെ മുന്നിൽ നമ്മൾ അങ്ങനെ അർപ്പിക്കേണ്ടി വരും. അപ്പൊ വരുമ്പോൾ نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നമ്മുടെ നാവല്ല പറയുക, കയ്യാ പറയുക, നമ്മുടെ കാലാണ് പറയുക, നമ്മുടെ അവയവങ്ങളാണ് പറയുക. നമുക്ക് വേണ്ടി പലതും പറയും. ഇങ്ങനെ വന്നിരുന്നു, ഇവൻ ചെയ്തിരുന്നു, പലതും ചെയ്യും. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു നിവർത്തി. അപ്പൊ ഈ ഔലിയാക്കൾ മുഴുവനും ഈ ഒരു പറയപ്പെട്ട ദിക്ർ, ഏത് പറയപ്പെട്ട യാ സമീഉ യാ അല്ലാഹ്, യാ ബസീറു യാ അല്ലാഹ് എന്നത് ചൊല്ലിയിട്ട് അവർ കരഞ്ഞവരാണ്. എല്ലാം അല്ലാഹു പറയും. അല്ലാഹുവിന്റെ ഒന്നും മുടക്കല്ല. അവിടെ പവർ കട്ടില്ല, ഇട്ടില്ല, വെളിച്ചല്ലായ്മയില്ല, അറിയാത്തൊരു സംഗതിയില്ല. ഒരാൾക്കും ടെക്നിക് കൊണ്ട് കഴിച്ചിലാകാൻ പറ്റൂല. എല്ലാവരും അല്ലാഹു തആല അറിയും, എല്ലാത്തിനെയും കേൾക്കും. അല്ലാഹു എല്ലാം മനസ്സിലാക്കുന്നവരാണ്. നമുക്കൊന്നും അതിനെക്കുറിച്ച് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കുക. അല്ലാഹു നമ്മുടെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ ഒരു ദിക്ർ ചർച്ച, ഈ ഒരു ദിക്ർ സുബ്ഹാനല്ലാഹ് മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. ദുഹാ നിസ്കാരം നിർവഹിക്കുന്ന മീനിങ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും നിർവഹിക്കുന്നു പറയുന്നത് അല്ലാഹു തആല ഈമാന്റെ വലിയ അടയാളമാണ് ദുഹാ നിസ്കാരം. മുനാഫിഖായ മനുഷ്യന് ഏറ്റവും പ്രയാസമുള്ള സംഗതിയാണ് ദുഹാ നിസ്കരിക്കുന്നത്. റസൂലുള്ളാഹി തങ്ങൾ കപട വിശ്വാസികൾ അവർക്ക് ദുഹാ നിസ്കാരം വലിയ വിഷമായി. സൂറത്തുൽ കാഫിറൂനെ ഓതാൻ വലിയ വിഷമായി. ഇശാ നിസ്കാരം പിന്തിക്കാൻ വലിയ താല്പര്യം. നമ്മളൊക്കെ തന്നെ വേറെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞാണ് മുനാഫിഖിന്റെ ലക്ഷണമാണ്. മുനാഫിഖിന്റെ പരിപാടി ഒന്ന് ദുഹാ നിസ്കരിക്കുക. ദുഹാ നിസ്കാരം എല്ലാവരും. രണ്ടാമത്തത് സൂറത്തുൽ കാഫിറൂനെ ഓതൂല. എന്ന സൂറത്തുൽ ഓതൂല. അതേ പ്രകാരം ഇശാ നിസ്കാരം പിന്തിക്കാൻ വലിയ താല്പര്യം. ഇസ്ലാം പഠിപ്പിച്ചൊരു പോലെ വേഗം സമയമായ ഇശ നിസ്കരിക്കുക. സമയമാകാതെ നിസ്കരിക്കണ്ട, ഇശ നിസ്കരിക്കുക, ഭക്ഷണം കഴിക്കുക, വേഗം എടുക്കുക, സുബഹിന്റെ മുന്നേ എണീക്കുക. അതാണ് ചെയ്യുന്നത്. അതാണ് നല്ല ഒരു ജീവിതം. സുബഹിന്റെ മുന്നേ എണീറ്റിട്ട് അല്ലാഹുവിനോട് കുറച്ചൊരു 100 വട്ടം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നൊക്കെ ചൊല്ലുക. റസൂലുള്ളാഹിന്റെ മേൽ കുറച്ച് സ്വലാത്തൊക്കെ ചൊല്ലുക. സൂറത്തുകളൊക്കെ അറിയുന്ന സൂറത്തുകളൊക്കെ ഖുർആൻ പരിഹാസിനെ സമർപ്പിച്ചു പോയവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഓതുന്നു. നമ്മളവിടെ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. നമ്മൾ അറിവനുസരിച്ച് വളരെ ചുരുക്കം ആളുകൾ ആരെങ്കിലും ചെയ്യുന്നില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു സാധാരണക്കാരൻ ഒരു സംബന്ധം പറഞ്ഞു, ഉസ്താദേ സുബഹിന്റെ മുന്നേ ഞാൻ തഹജ്ജുദ് കാലങ്ങളായി തുടങ്ങിയിട്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് കയ്യിൽ ഞാൻ എത്ര നേരത്തെ കിടന്നാലും ഉറങ്ങിപ്പോവാണ്. അപ്പൊ അത് കാരണം
അയാൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനത്തെ നല്ല മുഅ്മിനീങ്ങളായ ആളുകളുണ്ട്. അതേസമയം ഏറ്റവും ആരോഗ്യമുള്ള അവസ്ഥയാണ് നേരത്തെ ഭക്ഷണം കഴിച്ച് ഇശാഇന്റെ ശേഷം നിസ്കരിച്ച് ഉടനെ ഭക്ഷണം കഴിച്ച് വേഗം കിടന്നതിന്റെ ശേഷം സുബഹിന്റെ മുന്നേ 1 മണിക്കൂറോ ഒരു അരമണിക്കൂറോ 5 മണിക്കൂർ വാങ്ങുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ എണീറ്റിട്ട് പഠിച്ചവരെ രാവിലെ ഒരുപാട് മുഅ്മിനീങ്ങൾ മരിച്ചുപോയി അവർക്കൊക്കെ ഈ പുറത്തു കൊടുക്കണേ. ആ ദ്വാന്റെ എത്തുമ്പോൾ വലിയൊരു സമാധാനം. നമ്മുടെ മഹല്ലത്തിലൊക്കെ എല്ലോ ദുനിയാവിൽ കുത്തുകേട് പഠിച്ചവരെ എല്ലാ മുഅ്മിനീങ്ങളും പുറത്തു. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ സ്ഥലത്ത് കാണാം വാദിനാ സമയത്ത് അല്ലാഹുവിൽ ഒരുപാട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് ചെല്ലുന്നവരാണ് മുഅ്മിനീങ്ങൾ. അതൊന്നും നമുക്ക് ചെല്ലാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ചു ഓരോ മഹാന്മാരെ ചരിത്രം പറഞ്ഞത് കാണാം. ഒരു ദിവസം 40,000 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചെല്ലുന്ന മഹാന്മാർ കഴിഞ്ഞു പോയി. ഒറ്റ ദിവസം 40,000 തവണ അവർ ഈ തസ്ബീഹ് ചൊല്ലുന്നു. അങ്ങനെ ഒരുപാട് മഹാന്മാർ കഴിഞ്ഞു പോയി. അങ്ങനത്തെ മഹാന്മാർ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ വഫാത്തായി മയ്യത്ത് കെട്ടിയപ്പോൾ മയ്യത്ത് സാലിഹീങ്ങളെ മയ്യത്ത് കാണൽ വലിയ അനുഗ്രഹമാണ്. ആ സലീഫ് നമ്മളോടൊന്നും ഇല്ല, ചിലർക്കൊക്കെ ഉണ്ട് അങ്ങനെ പതിവ്. സുബ്ഹാനല്ലാഹ് എല്ലാവരും വന്നാൽ കണ്ടോളിന്ന് പറഞ്ഞിട്ട് ആണ്ട് വിട്ടുവിട്ടു. നമ്മളൊന്നും നിർത്തണം. നമ്മൾ നിങ്ങളെ പെരുക്കാൻ ശ്രദ്ധിക്കാറല്ല, നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാവരും അല്ലെങ്കിൽ ആകെ പിള്ളകളൊക്കെ കൂടിയിട്ട് ഭയങ്കര അട്ടഹാസനം. എന്തിനാ കരഞ്ഞിട്ട് കാര്യം ഊഹിന്ന് തിരിച്ചു വിട്ടു ഇല്ലല്ലോ. അപ്പൊ വിഷമം ഉണ്ടാവില്ലേ, കരയണ്ടേ? അത് റസൂൽ പറഞ്ഞൊരു കാര്യം, അത് നമ്മുടെ മനസ്സിലുള്ള വേദനയാണ്. ആ വേദന എങ്ങനെ നമ്മള് ഒതുക്കും? കുറച്ചവര് എന്റെ ഭർത്താവ് മരിച്ചു പുറത്തു കൊടുക്കണേ അല്ലോ, എന്റെ ഉപ്പ മരിച്ചു പുറത്തു കൊടുക്കണേ അല്ലോ, ആ ഒരു പറച്ചിലുണ്ടല്ലോ. അത് 10,000 അമലുകളെ ഭാര. ആ മനസ്സ് തുറന്നുള്ള പഠിച്ചവനെ നീ പുറത്തു കൊടുക്കണേ അല്ല എന്നാ നന്നായി പറയുമ്പോൾ ഇത് നമ്മളെല്ലാം കൂടി പോയിട്ട് കാണും. ഉമ്മമാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. എത്ര നമ്മള് സാധാരണ അങ്ങാടി പോണ കാണുന്ന ആളായാലും അങ്ങനെ മരിച്ച ശേഷം കാണുന്ന പുണ്യമില്ല. ആ മയ്യത്തിൽ ഇങ്ങനെ പറയും നമ്മളോട്, നിങ്ങൾ ഇന്നെ കാണണ്ട ഒരു കാര്യം പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അവസാനത്തെ നോട്ടല്ലേ, ഇനി അവളെ കണ്ടാൽ മറന്നോണ്ടാച്ചിട്ട് നമ്മൾ നോക്കി പോലും അതൊരു കാര്യമില്ല. അങ്ങനെ ഒരു പുണ്യം. അതേപോലെ നല്ല സ്വാലിഹീങ്ങൾ മഹാന്മാര്, ആ മഹാന്മാരെ കാണൽ പുണ്യമുണ്ട്. അങ്ങനെ അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് ഇങ്ങനെ കെടുത്തിട്ട് ആരും കാണുക വലിയ മഹാനാണ്. അപ്പൊ മയ്യത്തിന്റെ മുഖത്തുനിന്ന് ഒരാൾ ഈ ശീലങ്ങൾ നീക്കി നോക്കിയപ്പോൾ ചൂണ്ടങ്ങനെയാണ്. അപ്പൊ എല്ലാരും കുറച്ചുപേരെ മരിച്ചിട്ടില്ലേ? അപ്പൊ സുബ്ഹാനല്ലാഹ് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ജീവിതത്തിൽ 10,000കണക്കിന് ലക്ഷക്കണക്കിന് ചെറിയതിന്റെ കാരണം മരണശേഷവും ആ തസ്ബീഹ് ഇങ്ങനെ നാവിലൂടെ വരികയാണ്. മരണശേഷവും അത് നിന്നിട്ടില്ല. അവിടുത്തെ ഒരു കറാമത്തായിട്ടാണ് മഹാന്മാന്മാർ ആ തസ്ബീഹ് നിന്നിട്ടില്ല. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും, നാവ് ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇപ്പൊ അടുത്ത് ഞാൻ ഉസ്താദിനെ സംബന്ധിച്ച് കേട്ടോ, അല്ലാഹു ദർജ കൊടുക്കട്ടെ. ആ ഉസ്താദ് അവിടെ പറയുന്നത് ഇഷ്ടമില്ല, ഞാൻ പറയുന്നത് അല്ലാഹുവേ അവരെ ഞങ്ങൾ ഇതിനകത്ത് ഒരുമിച്ച് കൂട്ടണേ. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ ഉസ്താദ് ഞങ്ങള് ഉംറക്കൊല്ലം പോണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ ഉസ്താദ് പറഞ്ഞത്ര, ഞാൻ 1,00,00,000 നാരിയത്ത് സ്വലാത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ ചെല്ലാൻ 1,00,000 കേട്ടോ, പിന്നെ എത്ര 1,00,00,000 ഞാൻ ചെല്ലാൻ നേർച്ചയാക്കി ചെല്ലിക്കൊണ്ടിരിക്കുന്നു. റസൂലിനെ വിളിച്ചാലേ ഞാൻ അങ്ങോട്ട് പോകും. അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ച് റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ഞാൻ പോകാൻ പറ്റിയവനാണോ എന്നാ റസൂൽ എന്നെ അങ്ങോട്ട് വിളിക്കും. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകാൻ ആരല്ല അർഹൻ. എനിക്ക് സാധിക്കൂല ഹബീബിന്റെ ഹദറത്തിലേക്ക് പോകാൻ. 1,00,00,000 നാരിയത്ത് സ്വലാത്ത്, 1,00,000 അല്ല 1,00,00,000 ചെല്ലണം. നല്ല മുദരിസ്, ആയിരക്കണക്കിന് ശിഷ്യന്മാര്, വലിയ ആലിമീങ്ങളായ ആൾക്കുണ്ട്. അത്ര വലിയ വഫാത്തായി പോയി. അല്ലാഹു ദർജ കൊടുക്കട്ടെ. ശിഷ്യൻ എന്നോട് അടുത്ത് പറഞ്ഞതാണ്, സുബ്ഹാനല്ലാഹ് ആലോചിച്ചു 1,00,00,000 പ്രാവശ്യം നാരിയത്ത് സ്വലാത്ത് ചൊല്ലി. അങ്ങനെ വയസ്സായ സമയത്ത് റസൂലുള്ളാഹി മദീനയിലേക്ക് വിളിച്ചു. അല്ലാഹുവിന്റെ ഹബീബിന്റെ ഹദറത്തിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എല്ലാ കാര്യങ്ങളും വിഷമത്തോടെ അവതരിപ്പിച്ചു. ഹബീബിന്റെ പൊരുത്തത്തോടുകൂടെ തിരിച്ച് നാട്ടിൽ വന്നു. ശഅബാൻ മാസത്തിൽ അദ്ദേഹം മരണത്തോട് കീഴടങ്ങി വഫാത്തായി. അങ്ങനത്തെ സാലിഹ്യങ്ങളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട്
കടന്നു എന്നേ ഉള്ളൂ. യാ സമീഉ യാ അല്ലാഹ്, നമ്മുടെ സമയം കറക്റ്റായി. അല്ലാഹുവേ, നീ എല്ലാം കേൾക്കുന്നവനാണ്, നീ എല്ലാം കാണുന്നവനാണ്. ഈ രണ്ട് ദിക്റുകളാണ് ഒരുപാട് മഹാന്മാരെ, ഒരുപാട് സ്വാലിഹീങ്ങളെ, ഒരുപാട് മഹാന്മാരെ കരയിപ്പിച്ചത്. ആ കരയിപ്പിച്ച വലിയ ദിക്റാണ്. അപ്പൊ ദുഹാ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ പറയുന്നതാണ് നിസ്കരിക്കണം. ഒരു 12 മണിന്റെയും ഒരു ദുഹർ നിസ്കാരത്തിന്റെയും ദുഹർ ബാങ്കിന്റെയും അതേ പ്രകാരം തന്നെ ഒരു 7:30 മണിയുടെയും ഇടയിൽ നമ്മൾ നിസ്കരിക്കണം. ചുരുങ്ങിയത് 4 റക്അത്തെങ്കിലും നിസ്കരിക്കണം. അത് കഴിയൂലെങ്കിൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. കൂടി പോയാൽ 8 റക്അത്ത് നിസ്കരിക്കാം. അതിലും കൂടിയാൽ 12 റക്അത്ത് നമുക്ക് നിസ്കരിക്കാം. നിസ്കാരം അതൊന്നും കൂടുതൽ ചെയ്യണം എന്നല്ല പറയുന്നത്. 2 റക്അത്തെങ്കിലും നിസ്കരിക്കുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവിധ മുസീബത്തുകൾക്കും അത് കാവലാണെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സർവ്വ മുസീബത്തുകൾക്കും ആ നിസ്കാരം കാവലാണ്. ആ ദുഹാ നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം 70 പ്രാവശ്യം യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ്, യാ സമീഉ യാ അല്ലാഹ് എന്ന് ചൊല്ലിയാൽ അല്ലാഹു തആല ഏത് വിഷമങ്ങളും പരിഹരിച്ചു. ഇത് യഥാർത്ഥമാണ്. എത്രയോ ആളുകൾ അനുഭവിച്ചതാണ്. ഞാൻ അനുഭവിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന്റെ പ്രതിഫലം കണ്ടതാണ്. നിരവധി ആളുകൾ വലിയ പ്രയാസം, ഒരുപാട് നേരിട്ട ആളുകൾക്കൊക്കെ വലിയ രക്ഷ അതുകൊണ്ട് കിട്ടിയിട്ടില്ല. പഠിത്തന്റെ മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ലഭിച്ച ഒരു സഹോദരി, ആ സഹോദരിക്ക് ഓപ്പറേഷൻ നടക്കുന്ന ഡോക്ടർമാർ പിന്നാവട്ടെ ഈ സാധുവിന് അസുഖം കൂടി വരിക. അങ്ങനെ ഭർത്താവിനോട് ഇതെല്ലാം പറഞ്ഞു അദ്ദേഹം ചൊല്ലി ഡോക്ടർ വന്ന് നമ്മളെ ഓപ്പറേഷൻ ചെയ്താണ് എന്ന്. അങ്ങനെ ഒരുപാട് സംഭവം വലിയ ഫായിദയാണ്. അത് അല്ലാഹു പൊരുത്തപ്പെടാത്ത മാർഗത്തിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഉപയോഗിക്കുകയും വേണ്ടാത്ത ചെയ്യാൻ പാടില്ല. അപ്പൊ വിഷം കുടിച്ചിട്ട് ഒന്നും പറ്റില്ല എന്നൊക്കെ. എന്നാൽ നമ്മൾ വിഷം കുടിച്ചാൻ പാടില്ല. നമ്മൾ തെറ്റ്. ഞാൻ വിഷം കുടിച്ചാൽ ഒരു കുഴപ്പം പറ്റില്ല. കരണ്ട് ഞാൻ ചെന്ന് പിടിച്ചാൽ ഒരു കുഴപ്പം പറ്റും. പക്ഷെ പിടിക്കാൻ പാടില്ല. അത് അപകടം വരുത്തുന്ന ഒരു സാധനമാണ്. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ വണ്ടിന്റെ മുന്നിൽ ചാടി ഒന്നും പറ്റൂല. അങ്ങനത്തെ വലിയ ഇരുമ്പാണ് നമ്മുടെ ശരീരം. എന്നാലും നമ്മൾ ചാടാൻ പാടില്ല. അപകടത്തിലേക്ക് വരാൻ പാടില്ല. തെറ്റായ മാർഗത്തിൽ ഇതൊന്നും ഉപയോഗിക്കുന്ന അവസ്ഥ നമുക്ക് തരാതിരിക്കുമാറാവട്ടെ. എല്ലാം പറയാൻ വേണ്ടിയാ. ചിലപ്പോൾ അയൽവാസികൾ വെച്ചോ പഠിച്ചോ അല്ലെങ്കിൽ എന്തിനെങ്കിലൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ കാക്കുമാറാവട്ടെ. യാ സമീഉ യാ അല്ലാഹ് നമസ്കാരത്തിന്റെ ശേഷം 70 പ്രാവശ്യം ചൊല്ലിയാൽ അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ നല്ല ഉദ്ദേശങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കും. നിർവഹിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ കാര്യങ്ങളെ നിർവഹിച്ചു തരുമാറാവട്ടെ. ഇനി നമ്മുടെ സമയമായി. ഇനി നമുക്ക് പറയാനുള്ള കാര്യമാണ് യാ ഹക്കമു യാ അല്ലാഹ്. അത് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. യാ ഹക്കമു യാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകാൻ നമുക്ക് സാധ്യമല്ല. നമ്മുടെ നോട്ട് തന്നെ മാറ്റണോ എല്ലാവരും ചർച്ച ചെയ്യണം എന്നുള്ള വിഷയം. അത് അത്രയുള്ള അതിന്റെ വില പറയാൻ വയ്യ. വണ്ടി വരികയും പറയാം. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്ന വിഷയങ്ങൾ. അപ്പൊ ഏതായാലും നമ്മളെ ആലോചിച്ചിട്ടൊന്നും ഒരു പിടുത്തും കിട്ടുന്നില്ല. എല്ലാവർക്കും പറയാം ഒരു പിടുത്തും കിട്ടുന്നില്ല. എന്താണ് അയാൾ അവരോട് ഉദ്ദേശിച്ചത്? അയാൾ പറഞ്ഞാൽ അയാളെ ഏതായാലും നിങ്ങൾ നോക്ക്. അള്ളാഹു തീരുമാനം ഒരിക്കലും മുന്തിരിക്കാൻ നമുക്ക് സാധ്യമല്ല. മുശ്രിക്കീങ്ങൾ റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി എത്ര ശ്രമിച്ചു അല്ലേ? കൊല്ലാൻ അവർക്ക് കയ്യടിക്കാൻ പക്ഷേ അല്ലാഹുവിന്റെ ഹബീബിനൊന്നും പറ്റിയില്ല. റസൂലുള്ളാഹിക്കൊന്നും പറ്റിയില്ല. യാ ഹക്കമു യാ അല്ലാഹ്. ഒരു മനുഷ്യൻ അവൻ ചെയ്ത അമലും അവർക്ക് അതിന്റെ പ്രതിഫലം ഒന്നും അല്ലാഹു കളയില്ല, ചോർത്തി കളയില്ല. അവൻക്ക് എന്നെ കിട്ടും. ഇനി വേറെ ആള് ചെയ്യുന്നവർക്ക് കിട്ടൂലെന്നില്ല. വേറെ ആള് കൊടുത്താലും അവൻ കിട്ടും. ഇവൻ ചെയ്തതിന്റെ പ്രതിഫലം ഇവൻക്ക് അല്ലാഹു കൊടുക്കും. അത് അല്ലാഹു ഒരു തീരുമാനം പറഞ്ഞതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തീരുമാനിച്ചത് ആ തീരുമാനം മാറ്റാൻ നമുക്ക് സാധ്യമല്ല. ഒരിക്കലും മാറ്റിയെടുക്കാൻ സാധ്യമല്ല. അല്ലാഹുവിന്റെ തീരുമാനം ഉറച്ച തീരുമാനമാണ്. ഒരിക്കലും മാറ്റാൻ ഒരടിമയെ കൊണ്ടും സാധ്യമല്ല. അതിലൊക്കെ നമുക്ക് നല്ല വിശ്വാസം അല്ലാഹു നൽകുമാറാവട്ടെ. പോയത് ചില തീരുമാനങ്ങൾ അല്ലാഹുവിന്റെ ഇങ്ങനെയാവും. വന്നിട്ട് പോകാനായിരിക്കും അല്ലാഹുവിന്റെ തീരുമാനം. അതല്ലേ എത്രയോ ആളുകൾക്ക് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇബ്രാഹിം
അയാളെ വയറ്റിൽ ക്യാൻസർ ഡോക്ടർമാരൊക്കെ കഴിഞ്ഞു. അവസാനം അയാൾ തങ്ങളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളോട് ഈ വിഷമം പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ വെള്ളം വെള്ളിച്ചു. അങ്ങനത്തെ ഒരു സംഗതിയേ ഇല്ല. എന്താ കൊടുത്തത്? മരുന്നാണ്. പച്ച വെള്ളം. എന്താ ഓതിയത്? ഖുർആൻ ഓതി മന്ത്രിച്ചു കൊടുത്തു. അസുഖം തന്നെ ഇല്ല. അതുകൊണ്ട് അല്ലാഹു അങ്ങനെ ഒരു കാരണം വെച്ച തീരുമാനം കൊണ്ട് പലതും അങ്ങനെ നീങ്ങി. ചിലതാണെങ്കിലോ ഒന്നും നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല, അത് നീങ്ങേ ഇല്ല. ഇവന്റെ മരണത്തിന് അത് കാരണമായി. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു ദിവസം നമ്മളെ വൈദ്യുതി തങ്ങളെ അല്ലാഹുവിനേക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഒരു കുടുംബം നായിട്ട് വണ്ടി പിടിച്ചിട്ട് പാപ്പാനായിട്ട് വന്നിട്ടുണ്ട്. വന്ന പാടെ തങ്ങളെ ആ ലീസ്റ്റൊക്കെ കൊണ്ടുവരണം. ലീസ്റ്റൊക്കെ കൊടുത്ത് ചീർത്തുകളൊക്കെ കൊടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇത് മരിച്ചിട്ടോ, ഇത് മരിക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് കേട്ടപ്പോൾ വിഷമം. ഓരോട് ഒരു സമാധാനത്തിനൊക്കെ വന്നിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു, പാപ്പ ഒരു മാറാൻ വേണ്ടി മരിക്കുന്ന. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പിന്നെ അന്വേഷണം കുറച്ച് ദിവസം. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, അപ്പൊ അങ്ങനെ പറയാൻ അയാൾ മരിക്കൂല, പിന്നെ എന്തിനാ വിളിച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതങ്ങനെ ഓരോ വാക്കാണ്. അത് സംഭവിക്കേണ്ടത് സംഭവിക്കും. അല്ലാഹു അങ്ങനെ ചില തീരുമാനങ്ങൾ വെച്ചിട്ടുണ്ട്. അല്ലാഹു നമ്മളെല്ലാവരുടെയും ഖൈറായ കാര്യം അല്ലാഹു നിറവേറ്റി തരുമാറാവട്ടെ.